ഹലോ, നമ്മളിത് നോക്കാൻ പോകുന്നത് സീഫെയറർ എന്ന് പറയുന്ന പോയമാണ്. ഓൾഡ് ഇംഗ്ലീഷിൽ എഴുതിയ 124 വരി കവിതയാണ് ദി സീഫെയറർ. അത് സ്കോളേഴ്സ് പലപ്പോഴും ദി വാൻഡറർ എന്നതിൻ്റെ ഒരു സഹചാരിയായി അല്ലെങ്കിൽ ഒരു കമ്പാനിയനായി കാണുന്നു. ദി സീഫെയറർ ഏറ്റവും പ്രശസ്തമായ ആംഗ്ലോ സാക്സൺ എലിജികളിൽ ഒന്നാണ്. ഇത് ദി എക്സിറ്റർ ബുക്കിൽ മാത്രം കാണപ്പെടുന്നു. ഇതിനൊരു അലിറ്ററേറ്റീവ് റൈം സ്കീമുണ്ട്. അതായത് എ സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ അലൈക്ക് ഇൻ ദെയർ സൗണ്ട് സ്ട്രക്ചർ. ചില സ്കോളേഴ്സ് പണ്ഡിതന്മാർ നറേറ്റീവ്സിൻ്റെ കഷ്ടപ്പാടുകൾ നിമിത്തം കവിതയെ വിലാപമായി അല്ലെങ്കിൽ ലാമൻ്റായി തരംതിരിക്കുന്നു. ചിലർ ഇതിനെ പ്രീച്ചി ടോണിൽ പ്രബോധന സ്വരത്തിൽ ഒരു വേഴ്സസായി അല്ലെങ്കിൽ ഒരു ശ്ലോകമായി ഇതിനെ കണക്കാക്കുന്നു. ചിലർ അതിനെ വിസ്ഡം പോയം അല്ലെങ്കിൽ ജ്ഞാനകാവ്യമായി ഡിഫൈൻ ചെയ്യുന്നു. ഈ പോയമിൽ ഫസ്റ്റ് ഹാഫിൽ വിവരിച്ച കടൽ യാത്ര യഥാർത്ഥത്തിൽ ഒരു ഉപമയാണെന്ന് ചില ക്രിട്ടിക്സ് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും കവിയുടെ പദപ്രയോഗം, യൂസസ് ഓഫ് ഈഡിയംസ്, അതായത് ഹോമിലെറ്റിക്, അതൊക്കെ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻറ്റ്സാണ്. അനോണിമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു കവിതയാണ് ദി സീഫെയറർ. ഒരു പഴയ കടൽ യാത്രികൻ തൻ്റെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് പോയം ഡിസ്ക്രൈബ് ചെയ്തതായി മിക്ക സ്കോളേഴ്സ് അസ്യൂം ചെയ്യുന്നു. കടലിലെ ജീവിതം അപകടകരവും ഏകാന്തവുമാണെന്ന് പോയമിലെ കടൽ യാത്രികൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു. കരയിലെ ജീവിതം, അതായത് ലാൻഡ് ഡ്വേലേഴ്സിൻ്റെ ലൈഫ്, അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം കരയിലെ ജീവിതം കുടുംബവും ഫ്രണ്ട്സുകളും ആശ്വാസവും നിറഞ്ഞതാണ്. കവിതയുടെ അവസാനം കടലിനെ പരാമർശിക്കുന്നത് നിർത്തുന്നു. പകരം യാത്രക്കാരൊടുവിൽ സ്വർഗത്തിലേക്ക് എത്തേണ്ടതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. എസ്ര പൗണ്ട് കവിതയെ മോഡേൺ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിരുന്നാലും മറ്റ് പല എഴുത്തുകാരും വർഷങ്ങളായി സ്വന്തം ട്രാൻസ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. പൗണ്ടിൻ്റെ ട്രാൻസ്ലേഷൻ യഥാർത്ഥ പോയമിൽ നിന്ന് മതപരമായ പല ഘടകങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോയത്തിൻ്റെ അനാലിസിസിലേക്ക് കടക്കാം. കടൽ യാത്രികൻ തൻ്റെ യാത്രകളെക്കുറിച്ചും കടലിലെ യാത്ര ചെയ്ത കാലത്ത് താൻ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചുവെന്നും ഓർമ്മിക്കാൻ തുടങ്ങുന്നു. അവൻ തൻ്റെ കപ്പലിൻ്റെ അല്ലെങ്കിൽ ബൗ, അതായത് കപ്പലിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ വില്ലിൽ രാത്രി വാച്ച്മാൻ്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വൈൽഡ്നെസ് ഓഫ് ദി വേവ്സ്, ഷാർപ്നെസ് ഓഫ് ക്ലിഫ്സ്, തിരമാലകളുടെ വന്യതയിലും പാറക്കെട്ടുകളുടെ മൂർച്ചയിലും അവൻ നനഞ്ഞ് തളർന്നു പോകും. ഹിസ് ഫീറ്റ് വുഡ് ഫ്രോസൺ, പാദങ്ങൾ മരവിച്ചു പോകും. അവൻ്റെ ഉള്ളിലെ പട്ടിണി ഒരു സീമാന് മാത്രമേ മനസ്സിലാകൂ എന്ന് പറയുന്നു. വിൻ്ററിൽ, ശീതകാലത്ത് കടലിൽ പ്രവാസത്തിൽ റിലേറ്റീവ്സിൽ നിന്നും അകന്ന് തണുപ്പിൽ ദയനീയമായി ചെലവഴിക്കുന്നതിൻ്റെ വേദന മനസ്സിലാക്കാൻ ലാൻഡ് ഡ്വേലേഴ്സിന് അല്ലെങ്കിൽ കരവാസികൾക്ക് കഴിയില്ലെന്ന് സീഫെയറർ അവകാശപ്പെടുന്നു. ഒറ്റയ്ക്ക് സീ വേവ്സിൻ്റെ ഇരമ്പൽ മാത്രമാണ് തനിക്ക് കേൾക്കാൻ കഴിഞ്ഞതെന്ന് കടൽ യാത്രികൻ പറയുന്നു. ചിലപ്പോൾ പക്ഷികളുടെ വിളി യഥാർത്ഥത്തിൽ ഫെല്ലോ സെയിലേഴ്സ്, അതായത് സഹനാവികരുടെ മാംസം കുടിക്കുന്നതിൻ്റെയും പാട്ടുകൾ പാടുന്നതിൻ്റെയും ശബ്ദമാണെന്ന് അദ്ദേഹം നടിക്കും. കടൽ യാത്രക്കാരന് കടലിൽ ഒരു കമ്പാനിയനോ അല്ലെങ്കിൽ ഒരു എർത്ത്ലി പ്രൊട്ടക്ടറോ ഇല്ല. സിറ്റിമൻ റെഡ് ഫേസ്ഡ് വിത്ത് വൈൻ, വീഞ്ഞിൻ്റെ ചുവന്ന മുഖമുള്ള സുഖകരമായ ജീവിതം ആസ്വദിക്കുന്ന നഗരവാസികൾക്ക് ക്ഷീണിതനായ കടൽ യാത്രക്കാരൻ്റെ അല്ലെങ്കിൽ വയലൻ്റ് വാട്ടേഴ്സിനെ എങ്ങനെ തൻ്റെ വീടായി കണക്കാക്കുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് കടൽ യാത്രക്കാരൻ വിലപിക്കുന്നു. ഷാഡോസ്, രാത്രിയിൽ ഇരുണ്ടതാണ്. സ്നോഫോൾസിൻ്റെ സമയത്ത് മഞ്ഞും ആലിപ്പഴവും ഭൂമിയെ അടിച്ചമർത്തുന്നു. അതുപോലെ കടലിലെ സ്വയം തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യകത നാവികൻ്റെ ഹൃദയത്തെ അടിച്ചമർത്തുന്നു. സീഫെയറേഴ്സ് ഹാർട്ട് ഈസ് ഒപ്രസ്ഡ് ബൈ ഹിസ് നീഡ് ടു പ്രൂവ് ഹിംസെൽഫ് അറ്റ് സീ. സ്ട്രേഞ്ചേഴ്സിൽ ചുറ്റപ്പെട്ട ദൂരദേശങ്ങളിലേക്ക് പുതിയ യാത്രകൾ നടത്താൻ അയാൾ നിർബന്ധനാകുന്നു. എത്ര ധൈര്യശാലിയോ സ്ട്രോങ്ങോ നല്ലവനോ ആയിരുന്നാലും കടൽ യാത്രയെക്കുറിച്ച് ഭയമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ലെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കടൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്ത്രീകളെയോ, അപ്പോൾ ഈ പോയത്തിലെ നറേറ്റർ പറയുന്നത് എത്ര ധൈര്യശാലിയോ സ്ട്രോങ്ങോ നല്ലവനോ ആയിരുന്നാലും കടൽ യാത്രയെക്കുറിച്ച് ഭയമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ലെന്ന് നറേറ്റർ അവകാശപ്പെടുന്നു. കടൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്ത്രീകളെയോ നിധികളെയോ ലൗകിക സുഖങ്ങളോ ആഗ്രഹിക്കുന്നില്ല. റോളിംഗ് വേവ്സിനായി അവൻ എപ്പോഴും കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞത് വിൻ്റർ സീസണിനെ കുറിച്ചാണ്. ഇനി സ്പ്രിംഗ് ടൈമിലേക്കാണ് വരുന്നത്. സ്പ്രിംഗ് ടൈമിൽ വസന്തകാലത്ത് പൂക്കൾ വിരിയുകയും സമതലങ്ങൾ, അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയകൾ പച്ച പിടിക്കുകയും ചെയ്യുമ്പോൾ ഒരു പുതിയ യാത്ര പുറപ്പെടാൻ കടൽ യാത്രികൻ്റെ മനസ്സ് അവനെ പ്രേരിപ്പിക്കുന്നു.
സമ്മറിൻ്റെ വരവ് പ്രവചിക്കുന്ന കുക്കു സോങ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സങ്കടം വരുന്നതിൻ്റെ അറിവ് കൊണ്ടുവരുന്നു. പ്രവാസികൾ അനുഭവിക്കുന്ന യാതനകളുടെ തോത് കരയിലെ പണക്കാർക്ക് അറിയില്ലെന്ന് കഥാകാരൻ തൻ്റെ വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു. കടൽ യാത്രക്കാരൻ തൻ്റെ സ്വന്തം കഥ ഒരിക്കൽ കൂടി വിവരിക്കുന്നു. അവൻ്റെ ആത്മാവ് കടലിന് കുറുകെ കുതിക്കുന്നതും തിരമാലകളിൽ സഞ്ചരിക്കുന്നതെന്ന് എങ്ങനെയെന്ന് വിവരിക്കുന്നു. തിരിച്ചു വരുന്നതിന് മുമ്പ് മൈലുകളോളം അലഞ്ഞു തിരിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട പക്ഷിയുടെ, അതായത് ലോൺ ബേർഡ്സിൻ്റെ കരച്ചിൽ അവൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ സീയുടെ ജലപഥങ്ങളിലേക്ക്, വാട്ടറി വേവ്സിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നു. ഭൂമിയിലെ ക്ഷണികമായ ഡെഡ് ലൈഫിനേക്കാൾ ലോർഡ്സ് ജോയ് ആണ് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതെന്ന് ഇപ്പോൾ കടൽ യാത്രക്കാരൻ പ്രഖ്യാപിക്കുന്നു. ഭൂമിയുടെ സമ്പത്ത് ഒരു നാൾ വാടിപ്പോകും, കാരണം അതിന് എക്കാലവും നിലനിൽക്കാൻ കഴിയില്ല. രോഗം, വാർദ്ധക്യം അല്ലെങ്കിൽ ആംഡ് കോൺഫ്ലിക്റ്റുകൾ കാരണം ഭൂമിയിലെ പുരുഷന്മാരും സ്ത്രീകളും നശിക്കും. ഇവയൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പിശാചിനെതിരെ മഹത്തായ പ്രവൃത്തികളെ ചെയ്യാൻ നാവികൻ ഓരോ വ്യക്തിയെയും പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആ വ്യക്തി മരിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ സ്വർഗത്തിലേക്ക് പോകും. അവൻ്റെ കുട്ടികൾ അവനെ ബഹുമാനിക്കും. എർത്ത് കിങ്ഡത്തിലെ ഡേയ്സ് ഓഫ് ഗ്ലോറി കടന്നു പോകുന്നത്, അതായത് ഭൗമരാജ്യത്തിൽ പ്രതാപത്തിൻ്റെ നാളുകൾ കടന്നു പോയതായി കഥാകാരൻ നിരീക്ഷിക്കുന്നു. ഡേ ഓഫ് ഗ്ലോറി ഇല്ല എന്ന് വെച്ചാൽ പണ്ടത്തെ ശക്തരായ രാജാക്കന്മാരും സ്വർണം നൽകുന്ന പ്രഭുക്കന്മാരും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ദുർബലരായ മനുഷ്യൻ എല്ലാ ശക്തിയും കൈവശം വയ്ക്കുന്നു. അവരുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ മാന്യതയൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഓൾഡ് ഏജസ് അല്ലെങ്കിൽ പ്രായമായ പുരുഷന്മാരുടെ മുഖം വിളറിയിരിക്കുന്നു. അവരുടെ ശരീരം സ്ലോ ഡൗൺ ആകുന്നു, അതായത് മന്ദഗതിയിലാകുന്നു. അവരുടെ മനസ്സിനെ വീക്കാക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരൻ്റെ കുഴിമാടം ഭൂമിയിൽ സ്വർണം കൊണ്ട് നിറച്ചാലും കാര്യമില്ല, കാരണം അവൻ്റെ സഹോദരന് സ്വർണം മരണാന്തര ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പാപം നിറഞ്ഞ ഒരു ആത്മാവിനെ സ്വർണത്തിൻ്റെ കീഴിൽ മറയ്ക്കാൻ കഴിയില്ല, കാരണം എത്ര സ്വർണത്തിൽ മൂടിയാലും ലോർഡ്, അതായത് ദൈവം, അത് കണ്ടെത്തും. ഗോഡ്സ് വ്രത്ത്, ദൈവക്രോധം വലുതും ശക്തവുമാണ്. എല്ലാത്തിനുമുപരി അവൻ ഭൂമിയെയും ആകാശത്തെയും കടലിനെയും സൃഷ്ടിച്ചു. ദൈവത്തെ ഭയപ്പെടാത്ത ഏതൊരു മനുഷ്യനും വിഡ്ഢിയാണെന്ന് നരേറ്റർ പ്രൊക്ലെയിം ചെയ്യുന്നു. അവൻ്റെ ശക്തി, അതായത് ദൈവത്തിൻ്റെ ശക്തി, നിർദ്ധയനായ മനുഷ്യനെ പിടികൂടും. ഹംബിളായിട്ടുള്ള മനുഷ്യർ ഹാപ്പിയും, അതായത് സന്തുഷ്ടരും, ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കാൻ പ്രാപ്തരുമാണ്. ദൈവത്തിൻ്റെ കരം ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനേക്കാൾ ശക്തമാണ്. ഒരു മനുഷ്യൻ ഭൂമിയിലെ തൻ്റെ വീടിൻ്റെ യജമാനാണെങ്കിലും മരണാന്തര ജീവിതത്തിൽ അവൻ്റെ സന്തോഷം ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. അതിനാൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിനെ ബഹുമാനിക്കാനും എളിമയോടെയും വിശ്വസ്തയോടെയും നിലകൊള്ളുകയും ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെ ഏറ്റവും മികച്ച താല്പര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, പോയത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കടൽ യാത്രക്കാരൻ കടലിലെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നു. കാലാവസ്ഥ, അതായത് ഫ്രോസനും കഠിനവുമാണ്. വേവ് ഭയങ്കര സ്ട്രോങ് ആണ്, അതായത് തിരമാല ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ഹീ ഈസ് എലോൺ. അവൻ തൻ്റെ ഏകാന്തതയെ ഭൂവാസികളുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുന്നു. അത് വളരെ ഈസിയും കൂടുതൽ സുഖകരവുമാണ്. എന്നിരുന്നാലും കവിതയുടെ സെക്കൻഡ് ഹാഫിൽ സ്പീക്കർ തൻ്റെ ടോൺ മാറ്റുകയും യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഭൗമിക ജീവിതത്തിൻ്റെ നശ്വരതയും ഭൗതിക നേട്ടങ്ങളുടെ ഇറലവൻസും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഭക്തിയോടെ പെരുമാറാൻ അദ്ദേഹം വായനക്കാരോട് നിർദ്ദേശിക്കുന്നു. കാരണം മരണം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അൾട്ടിമേറ്റായിട്ട് ദൈവം ഓരോ മനുഷ്യനെയും കണക്ക് ബോധിപ്പിക്കും. ദി വാൻഡറർ എന്നതിനേക്കാൾ ഈ കവിതയിൽ ക്രിസ്ത്യൻ തീംസ് അതായത് ക്രിസ്ത്യൻ തീംസ് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മറ്റ് കവിതയിൽ, അതായത് ദി വാൻഡറർ എന്ന കവിതയേക്കാൾ ഈ കവിതയിൽ ക്രിസ്ത്യൻ തീംസ് ഇവോക്കേഷൻ മച്ച് മോർ ബ്ലാറ്റൻ, കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ദി സീഫെയറർ എന്ന കൃതിയിൽ തൻ്റെ വായനക്കാരോട് ക്രിസ്ത്യൻ വാല്യൂ പിന്തുടരാനുള്ള കവിയുടെ ഉദ്ബോധനം അവ്യക്തമാണ്. കൂടാതെ അലഞ്ഞു തിരിയുന്നയാൾ, അതായത് ദി വാൻഡറർ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു എക്സൈൽ വെൻ ഹിസ് ലോർഡ് ഡൈസ്, ബട്ട് ദി സീഫെയറേഴ്സ് എക്സൈൽ ഈസ് സെൽഫ് ഇമ്പോസ്ഡ്. വാൻഡറിൽ ലോർഡ് മരിക്കുമ്പോൾ നാട് കടത്താൻ നിർബന്ധിതനാകുന്നതാണ്. പക്ഷേ സീഫെയറിൽ പ്രവാസം സ്വയം ഇമ്പോസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഈ ഒരു പോയത്തിൻ്റെ ഒരു ലിറ്റററി ക്രിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ,
ഏദൻ ഗാർഡനിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആദമിൻ്റെയും അവൻ്റെ സന്താനങ്ങളുടെയും ഒരു ഉപമയെ സീഫാരനെ വ്യാഖ്യാനിക്കുന്നു. പരിഷ്കൃത ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവൻ ദൈവിക സാഹിത്യം, അതായത് സ്കോളേഴ്സായ കടൽ യാത്രികൻ തൻ്റെ ഇമിനൻ്റ് ജേർണിയെക്കുറിച്ച് മടിയും ഭയവും പ്രകടിപ്പിക്കുന്നു. കവിയുടെ സ്വരത്തിലെ മാറ്റം യഥാർത്ഥത്തിൽ നറേറ്ററിന് കൂടുതൽ കോംപ്ലക്സിറ്റി നൽകുന്നു. ഇങ്ങനെയൊക്കെ നറേറ്റർ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദി എസ്തെറ്റിക് ലൈഫിനെക്കുറിച്ച് ഇതുവരെ ബോധ്യമില്ല. അതുകൊണ്ടാണ് ജൂലിയൻ എച്ച് എംബ്രിക്കിൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ആർട്ടിക്കിളിൽ കവിത പ്രത്യേകതയിൽ നിന്ന് പൊതുവായതിലേക്ക്, അതായത് പർട്ടിക്കുലർ ടു ദി ജനറൽ, അറിയപ്പെടുന്നതിൽ നിന്ന് അജ്ഞാതത്തിലേക്ക്, അതായത് ഫ്രം ടു നോൺ ടു ദി അൺനോൺ, താൽക്കാലികതയിൽ നിന്ന് ശാശ്വതത്തിലേക്ക്, അതായത് ഫ്രം ടെമ്പറർ ടു ദി എറ്റേണൽ, അപ്പോൾ ശാശ്വതയിലേക്ക് എങ്ങനെ നീങ്ങുന്നു എന്നതിൻ്റെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ജൂലിയൻ എച്ച് എംബ്രിക് തൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് പറയുന്നത്. നാവികൻ ഭൂവാസികളെക്കുറിച്ച് തന്നിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ജ്ഞാനിയും കൂടുതൽ പരിചയസമ്പന്നനുമാണെന്ന് തെളിയിക്കുന്നു. ഈ ഓപ്പണിംഗ് സെക്ഷൻ നറേറ്ററിന് വായനക്കാർക്ക് ഉപദേശം നൽകുന്നതിൽ തൻ്റെ വിശ്വാസ്യത സ്ഥാപിക്കാൻ അനുവദിക്കുന്നു. താൻ ഭൂമിയിലെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഇപ്പോൾ അവരെ തൻ്റെ ഭൂമിയിലെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഇപ്പോൾ അവനെ അവിശ്വസിക്കുന്നത് എങ്ങനെയെന്ന് സീഫെയറർ വിവരിക്കുന്നു. അവൻ ഭൗതിക സമ്പത്തിനേക്കാൾ ആത്മീയ സന്തോഷമാണ് ഇഷ്ടപ്പെടുന്നത്, കൂടാതെ ഭൂവാസികളെ അജ്ഞരും നിഷ്കളങ്കരുമായി കാണുകയും ചെയ്യുന്നു. കടൽ യാത്രികൻ ഒരു കാലത്ത് ഒരു കരയിൽ, അതായത് ഈ ഒരു സീഫെയറർ ഒരു കാലത്ത് ഒരു ലാൻഡ് ഡ്വെയിലർ ആയിരിക്കാം, അല്ലേ? ഓഫ് കോഴ്സ് ആണ്. കടൽ യാത്രികൻ ഒരു കാലത്ത് ഒരു കരയിൽ താമസിക്കുന്ന ആളായിരുന്നുവെന്നാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതിനാൽ ഒരു മനുഷ്യനെ നഷ്ടപ്പെടുത്താനും പിന്നെ സ്വമേധയാ ഭൂമി സന്തോഷങ്ങൾ, അതായത് ഭൗമിക സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് പ്രത്യേകിച്ച് തൻ്റെ ലോർഡ്സ്, അതായത് ദൈവത്തിൻ്റെയും ഫെലോസിൻ്റെയും കൂട്ടുകെട്ടിൻ്റെ രീതി വിവരിക്കുമ്പോൾ അയാൾ തന്നെ പരാമർശിക്കുന്നതായിരിക്കും. അങ്ങനെയാവാം. ഇനി ഇതിൻ്റെ ഒരു തീംസ് എന്താണെന്ന് വെച്ചാൽ, സീഫെയറിൻ്റെ തീമുകൾ മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കോൾഡ് ആൻഡ് ഹാർഡ് ആയിട്ടുള്ള ലോകത്ത് രക്ഷയും ആശ്വാസവും തേടുന്നു. മോക്ഷം, അത് സാൽവേഷൻ, ഭൗതികത്തിലല്ല മറിച്ച് ആത്മീയതയിലാണ് എന്നതാണ് പ്രധാന വിഷയം. ഒരാത്മാവ് ശരീരം വിട്ടുപോയാൽ മഹത്വവും ബഹുമാനവും സമ്പത്തും പ്രശ്നമല്ല. ദൈവത്തോടുള്ള അനുസരണത്തിന് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിന് പ്രതിബദ്ധതയ്ക്കും മാത്രമേ ആ ഒരു ആത്മാവിനെ രക്ഷിക്കാൻ കഴിയൂ. ആൻഡ് ദ സീഫെയറർ യൂസസ് റിതം ആൻഡ് alliteration to create a musical property when performed aloud. It also uses symbolism, അതായത് മനുഷ്യരാശി ദൈവത്തെ അന്വേഷിക്കുന്ന ഭൗതിക ലോകമായി സമുദ്രത്തെ അല്ലെങ്കിൽ സീനെ ചിത്രീകരിക്കാനും ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു പോയത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് മേക്സ് ദി സീഫെയറർ എലിജി? ഓക്കെ, എലിജി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ വിലപിക്കാൻ ഒരു ശവസംസ്കാര ചടങ്ങിൽ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് എലിജി. ഈ പോയം എലിജി ആണെന്ന് പറയാൻ കാരണം ഇതിൽ ആരും മരിക്കുന്നില്ല. എന്നാൽ സീഫെയറിനെ ഒരു എലിജി ആക്കുന്നത് അത് ലോകത്തോട് കാണിക്കുന്ന വിലാപവും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ആളുകൾ ചെയ്യുന്ന കാര്യവുമാണ്. നറേറ്റർ ഹ്യൂമാനിറ്റിയെക്കുറിച്ച്, അതായത് മാനവികതയെക്കുറിച്ച് വിലപിക്കുന്നു. ആൻഡ് എക്സ്പ്രസിംഗ് മെലൻകലി, വിഷാദം പ്രകടിപ്പിക്കുന്നു. യുലോജി, അതായത് സ്തുതിഗീതം എന്ന വാക്കിൻ്റെ മറ്റൊരു ഉപയോഗത്തോട് ഇത് വളരെ അടുത്താണ്. കാരണം ഇതൊരു ഫ്യൂണറൽ പോയം അല്ലെങ്കിൽ ഒരു ശവസംസ്കാര കവിതയായിരിക്കണമെന്നില്ല, മറിച്ച് പൊതുവായ സങ്കടത്തിനുള്ള കവിതയാണ്. അതായത് എ പോയം ഫോർ ജനറൽ സാഡ്നെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സീഫെയറർ എന്ന പോയത്തിനെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.